അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ
നിൻ്റെ സമാധാനത്തോടെ ഭരിക്കും കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക കർത്താവേ. അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ നിന്ന് മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. എൻ്റെ പ്രിയോടെ പിന്നെ ഉണ്ടല്ലോ, ഇടയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാലേ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, അതായത് 15:19 താഴെ സുവിശേഷം, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇപ്പം ഇതിൻ്റെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞതേ, അതിനകത്ത് ഈ 5-ാം പ്രമാണം തൊട്ട് മോഷണം, പിന്നെ 6-ാം പ്രമാണം വിചാരം, അവൻ്റെ കള്ളസാക്ഷ്യം, കൊലപാതകം, അപ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈശോ പറഞ്ഞത്. അപ്പോൾ എനിക്കെന്താ കൺഫ്യൂഷൻ എന്താണെന്ന് അറിയാമോ? വേറെ 4 പ്രമാണം ഉണ്ടല്ലോ, എന്തൊക്കെയാണത്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, പിന്നെന്താണ്, കർത്താവിൻ്റെ നാമം ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ഇത് ഹൃദയത്തിൽ നിന്നല്ല വരണത്. മറ്റ് മാത്രം എന്താ ഹൃദയത്തിൽ വരണമെന്ന് പറയാൻ കാര്യം? അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും ഹൃദയത്തിൽ നിന്നാണ് വരണത്. ഹൃദയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മീയ ജീവിതം നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഈശോ പറഞ്ഞ് വ്യഭിചാരം, കള്ളസാക്ഷ്യം, കൊലപാതകം ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നു, അതവനെ അശുദ്ധനാക്കണം. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ച്, ഈശോ നിൻ്റെ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവനൊക്കെ ഉണ്ടാവരുമെന്ന് പറയണത്, അത് ഹൃദയത്തിൽ നിന്നല്ലേ ആ പാപം വരണത്? അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ അതെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് പാപങ്ങൾ, എല്ലാ പാപങ്ങളും ഹൃദയത്തിൽ നിന്ന്. അതാണ് ഈശോ പറഞ്ഞിട്ടുണ്ടേ, ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കണമെന്ന്. ലൂക്ക 6:45 ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കണത്. ഇനി എസെക്കിയേൽ 14:3 എടുത്തേ. മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അപ്പൊ ദൈവത്തിനേക്കാൾ പ്രാധാന്യം എന്തിനു കൊടുത്താലും അത് വിഗ്രഹമാണ്. എനിക്ക് അവനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവളെ തന്നെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും. ഞാൻ ശരിക്കും സഹതാപത്തോട് നോക്കി നിൽക്കും. എന്താ കാര്യം അറിയോ? അത് ഒന്നാമത്തെ പറയണ ദൈവദൂഷണമാണ്. കാര്യം ഇയാൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച് കണ്ട ദുരാശ കൊണ്ട് എവിടെയോ കൂടെ ഉടക്കി. ഞാൻ പ്രണയം മോശമാണെന്ന് ഞാൻ പറയണില്ല, പ്രണയം മോശമാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. അത് മനുഷ്യരാശിയിൽ പരസ്പരമുള്ള ആകർഷണങ്ങളെ വെച്ചിരിക്കണതല്ലേ അല്ലേ? പക്ഷേ ഇതിനകത്ത് ഈ പ്രണയ കെണിയും അതുപോലെ തന്നെ ഹണി ട്രാപ്പും, ഈ 15 പ്രണയങ്ങൾ ഹണി ട്രാപ്പാണ്. അപ്പോൾ അച്ഛനെന്താ ഇങ്ങനെ ഒരു അച്ചടക്കമില്ലാതെ സംസാരിക്കണം നിങ്ങൾ തോന്നും. എനിക്കിതില്ലേ പരിപാടി, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കേൾക്കണം മുഴുവൻ അതല്ലേ. പല ആൾക്കാരും കുറച്ച് കഴിയുമ്പോൾ ബലിയാടാകും. അപ്പോൾ എന്ത് പറ്റിപ്പ് നടക്കണമുണ്ട് പ്രണയത്തിൽ? എനിക്ക് പറഞ്ഞത് ഞാനിപ്പോൾ ഈ ഒരു 39 കൊല്ലങ്ങളായിട്ട് കൗൺസിലിംഗ് തുടങ്ങിയിട്ട് തലമുറ. അപ്പോൾ ഒരു തലമുറ കഴിഞ്ഞു പോയി. 35 കൊല്ലമല്ലേ ഒരു തലമുറയെന്ന് പറയണത്. ഒരു തലമുറ കഴിഞ്ഞു പോയി. പക്ഷേ എനിക്ക് മനസ്സിലാകണത് ഇപ്പോഴത്തെ തലമുറയെന്ന് പറയണത് പ്രണയത്തിനും വ്യക്തിക്കും ഒരു പ്രാധാന്യം കൊടുക്കണില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് തടയും, എന്ത് മെച്ചമുണ്ടാകും എന്ന വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവർ ഈ പ്രേമപ്പനി പിടിച്ചൊക്കെ വന്നാലൊന്നും ഞാൻ അധികം മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യണമല്ല, ഇവരെന്നോട് പറയണത് ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഭീഷണിയൊക്കെ പറയും.
ഞാനോട് തലേ വെച്ച് പ്രാർത്ഥിക്കും, കർത്താവേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വെച്ച് പ്രാർത്ഥിക്കും. പക്ഷേ എന്നാലും മനസ്സിനൊരു വിഷമം. എന്താ കാര്യം? ഒരു വിഗ്രഹമല്ലേ. നീ ഇപ്പം ഇതല്ലേ പണമായിരുന്നു, ചില ആൾക്കാർ പണമായിരിക്കും. 10 പ്രാവശ്യം എണ്ണിയല്ലേ ചില ആൾക്കാർ പണം കൊടുക്കത്തുള്ളൂ. 10 പ്രാവശ്യം തിരിച്ച് മറിച്ച് എണ്ണിയേ കൊടുക്കത്തുള്ളൂ. മത്തായി 12:34 എടുത്തേ. അണലി സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇത് പണ്ടുപോലെ ഇപ്പോഴും മാത്രമല്ല ഈ പണി. നല്ല അലക്കി തെച്ച വർത്തമാനം പറയണ ആൾക്കാരുണ്ട്. ദുഷ്ടത മനസ്സിൽ വെച്ചുകൊണ്ട്, കോപം, വൈരാഗ്യം, അശുദ്ധ സംഭാഷണമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ വിളിക്കണ അണലി സന്തതി എന്നാണ്. അണലി സന്തതി വിളിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണലി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞില്ല, തീപ്പാമ്പെന്ന് പറഞ്ഞ സാധനം, അതിങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ പൊളഞ്ഞ് താഴേക്ക് ഇങ്ങനെ മുങ്ങിയിരിക്കും. അതിൻ്റെ ആ 2 ചെറിയ മുള്ള് മാത്രം മുമ്പിൽ കാണാൻ പറ്റും. അടുത്ത് പോകുമ്പോൾ നമ്മൾ നമ്മളെ കൊത്തി കഴിയുമ്പോഴാണ് അയ്യോ ഈ സാരോടെ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് വരും. അപ്പം പുറമേ അലക്കി തേച്ച് ഒരു വർത്തമാനമൊക്കെ പറയും. പക്ഷേ കാര്യത്തിലെടുക്കുമ്പോൾ അവർ കറക്റ്റ് അവരാരാണ് അതാണ് നമുക്ക്. അപ്പം ഞാൻ പലപ്പോഴും ചെയ്യണത് ഇങ്ങനെയൊക്കെ ഞാൻ ടാസ്ക് കൊടുക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കും. ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്ത് സ്വർണ്ണം ഉരച്ച് നോക്കണമല്ല, ഉരഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ല. മിക്കവാറും ആൾക്കാരടുത്ത് വീഴും. അത് ഐ ഹാവ് നോ ടൈം ടു വേസ്റ്റ്. ഞാനെപ്പോഴും അങ്ങനെ ആൾക്കാരുടെ ആവശ്യമില്ലാതെ സമയം വേസ്റ്റ് ചെയ്യാനില്ല. പിന്നെ നമുക്ക് സമയം എടുക്കണമെന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ തുരച്ച് നോക്കും. അത് തെറ്റൊന്നുമില്ല എൻ്റെ അകത്ത്. കാര്യം ഇതിനകത്ത് അതായത് നമ്മൾ ആരെയും നമ്മൾ സഹായിക്കാം. അത് ദുഷ്ടനെ വരും ശിഷ്ടനെ എല്ലാം സഹായിക്കാം. പക്ഷേ നമ്മൾ റിലേ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റിലേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. മർക്കോസ് 7:9. അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അത് കൽപ്പനയാണേ. അത് ഹൃദയത്തിൽ നിന്ന് അതിനെതിരെ വരുന്ന തിരസ്കാരങ്ങൾ, മാതാപിതാക്കന്മാരെ തിരസ്കരിക്കേണ്ടത് എവിടുന്നാ വരുന്നത്? പ്രായമായ ആൾക്കാരില്ലേ, അപ്പനായാലും അമ്മയായാലും മറ്റുള്ളവരായാലും, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം അവർക്ക് എന്താണ് അവരുമായിട്ട് കടപ്പാട് നമുക്ക് എന്ന് ചിന്തിക്കണം. ഒരു സ്വപ്നം കണ്ടാൽ ആ വ്യക്തികൾ നിങ്ങളുടെ ബന്ധമുണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒഴിവാക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. പുണ്യപാവനമായ അൾത്താരയിൽ 2ാം വട്ടം സാക്ഷ്യം പറയുന്നതിനായി എന്നെ ഒരുക്കിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പേര് രമ്യ. ഞാൻ വരുന്നത് ചേന്നൂർ എന്ന നാട്ടിൽ നിന്നാണ്. ഞാൻ 2022 ഏപ്രിൽ 30 ആദ്യമായി ഉടമ്പടി എടുക്കാനായി ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത്. ഉടമ്പടി എടുത്തതിന് പിറ്റേ മാസം മെയ് 30 ഞാൻ 2007 മുതൽ പല പ്രൈവറ്റ് സ്കൂളുകളിലായി വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി എന്നുള്ളത് ഏത് വർക്ക് ചെയ്യുന്ന അധ്യാപികയ്ക്കും ഒരു പെർമനൻറ്റ് ജോലി എന്നുള്ളത് ഒരു സ്വപ്നമാണ്. ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ മാസം എനിക്ക് മെയ് 30 അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചു. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്കൂളിൽ തന്നെ അധ്യാപികയായി ജോലി എനിക്ക് ലഭിച്ചു. ജൂൺ 1, 2022 ഞാൻ അവിടെ ജോലിക്ക് കയറി. എന്നാൽ ജോലിക്ക് കയറിയതിന് ശേഷം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ജോലിക്ക് കയറിയപ്പോൾ തന്നെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു എയ്ഡഡ് മേഖലയിൽ നടന്നിരുന്നത്. അപ്പോയിൻമെൻറ്റ് പാസ്സാകാൻ ഒത്തിരി വൈകുമെന്ന് പറഞ്ഞെങ്കിലും ഒത്തിരി നാൾ ഇതിന് താമസം വരുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ 2022 കടന്നുപോയി, 23 കടന്നുപോയി, 24 കടന്നുപോയി, 25, അങ്ങനെ 4 വർഷക്കാലം ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാനും എന്നെപ്പോലെ ഒത്തിരി അധ്യാപകർ കടന്നുപോയിരുന്നത്. ഭിന്നശേഷിയുടെ പ്രോബ്ലം കൊണ്ട് എയ്ഡഡ് മേഖലയിലെ അപ്പോയിൻമെൻറ്റുകളെല്ലാം തന്നെ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിലൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും എപ്പോഴാണെങ്കിലും മാതാവിൻ്റെ സമയത്തിനനുസരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെ 2026 ജനുവരി 3
പുതുക്കാനായി ഞാനിവിടെ വന്നപ്പോൾ ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ എല്ലാ മാസവും തന്നെ ഇവിടെ എത്തിച്ചേരുമായിരുന്നു. പുതുക്കേണ്ടതുപോലെ എല്ലാം പുതുക്കി പോയിരുന്നു. ഈ നിയോഗം മാതാവിന് അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മുൻപിലുള്ളവരുടെയൊക്കെ പാസ്സായി കൊണ്ടിരുന്നെങ്കിലും 2022 മുതൽ പിന്നെയും എല്ലാം സ്റ്റോപ്പ് ചെയ്ത പോലെ ആയിരുന്നു. പിന്നെയും ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവ് ഇറക്കേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ അന്നിവിടെ പുതുക്കാനായി വന്നപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, മോനെ ജോസഫ് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചുകൂടെ? അപ്പോൾ ഇതുവരെ ഈ ഒരു നിയോഗം വെച്ചോ ഒന്നിനും ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്നിട്ടില്ല. അന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ടോക്കൺ എടുത്ത് പ്രാർത്ഥിക്കാനായി അൾത്താരയിൽ മുട്ടുകുത്തിയ സമയത്ത് അച്ഛനോട് പറഞ്ഞു, 4 വർഷക്കാലമായി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, എന്നാണ് ഇതിന് തീരുമാനമെന്നും നമുക്കറിയില്ല. അപ്പോൾ അച്ഛനിലൂടെ എന്തായാലും ഒരു മറുപടി കിട്ടും എന്നുള്ള വിശ്വാസം 100% വിശ്വാസത്തോടെയാണ് ഞാനിന്ന് ഈ അൾത്താരയിലായിരുന്നത്. പ്രാർത്ഥിച്ച് എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ഇത് കൊടുത്ത് മാതാവിൻ്റെ അടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, മോളെ 21 ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഏത് 21 പറയാൻ കഴിയുന്നില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ജനുവരി 21 ഞാൻ കാത്തിരുന്നു, അത് നടന്നില്ല. അവസാനം ഫെബ്രുവരി ആയി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഒത്തിരി നാളായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് ഈ അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകാനുള്ള എന്തെങ്കിലും ഒരു മറുപടി ഇതിന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫെബ്രുവരി 21 എന്ന തീയതിയിൽ, അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന വേറൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ടീച്ചർ എൻ്റെ സങ്കട സമയത്തും സന്തോഷ സമയത്തും എന്ന് പറഞ്ഞ പോലെ മാതാവ് അയക്കുന്ന പോലെ ടീച്ചറിൻ്റെ കോളോ മെസ്സേജോ എനിക്ക് വരും. അപ്പോൾ 21 തലേ ദിവസം 20-19 ഡേറ്റിൽ ടീച്ചർ ചോദിച്ചു, എന്തായി രമ്യ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം? ഞാൻ ഒന്നും ആയിട്ടില്ല ടീച്ചർ. അപ്പം ടീച്ചറിനോട് ഞാൻ പറഞ്ഞിരുന്നു, അച്ഛൻ ഈ ഡേറ്റ് പറഞ്ഞ കാര്യം ഞാൻ വേറെ ആരോടും തന്നെ ഷെയർ ചെയ്തിരുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതായാലും അച്ഛൻ പറഞ്ഞതല്ലേ 21 നടക്കുമെന്നെൻ്റെ വിശ്വാസമായിരുന്നു. അപ്പോൾ ടീച്ചറും പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞതല്ലേ ഒരിക്കലും തെറ്റില്ല, നീ പ്രാർത്ഥിച്ചു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫെബ്രുവരി 21, 2026 ഫെബ്രുവരി 21 NSS സ്കൂളുകൾക്ക് ബാധകമായിരുന്ന സെയിം ഉത്തരവ് തന്നെ എയ്ഡഡ് മേഖലയിലെ എല്ലാ മാനേജ്മെൻറ്റുകൾക്കും പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓർഡർ ഇറക്കി. അത് ആ ഒരു ഉത്തരവിന് വേണ്ടി ഒത്തിരി അധ്യാപകരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു ഓർഡർ പുറത്തിറങ്ങാൻ വേണ്ടി. അന്ന് അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ ഒരു തുള്ളി പോലും ഒരു ഡേറ്റ് പോലും മാറാതെ അന്ന് ആ ഉത്തരവ് പുറത്തിറങ്ങി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. കാരണം കൃപാസനത്തിന് മറ്റുള്ളവർ കളിയാക്കലും കുറ്റം പറയലും പറഞ്ഞ് പുറത്ത് ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും ഇവിടെ വന്ന് സാക്ഷി പറയുന്ന ഈ ആൾത്താരയിൽ കയറുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാതാവ് ശരിക്കും ഇടപെട്ടിട്ടുള്ള ഓരോ മേഖലകളുമുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് അതിൽ ഒരുപാട് വിലയുണ്ട്. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ ആരും പ്രാർത്ഥിച്ചു? അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ കുർബാനയുടെ ആ ഒരു ത്യാഗവും എല്ലാം ആ പ്രാർത്ഥനയിൽ വരുന്നത് കൊണ്ട് അച്ഛൻ്റെ ഓരോ വാക്കിനും ഡെയിലി ബ്രെഡിലാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥനയിലാണെങ്കിലും അച്ഛന് ഓരോ മെസ്സേജുകൾ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 4 വർഷം ഞാൻ ഇതിനു വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും എനിക്കുള്ള മെസ്സേജ് ഒന്നില്ലേ ഡെയിലി ബ്രെഡിലുണ്ടാവും, അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയിലുണ്ടാകും. എന്താണോ കറക്റ്റ്, കാരണം ഞങ്ങൾ വീട്ടിൽ വയ്ക്കുമ്പോഴും കുഞ്ഞും കേൾക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് മോളും പറയും, അമ്മയ്ക്കുള്ള മെസ്സേജ് കറക്റ്റ് വന്നു. അതുപോലെ ഓരോ ആഴ്ചയിലും നമ്മൾ മുന്നോട്ട് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പ്രചോദനപ്പെടുത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 21 ആ ഓർഡർ വന്നു. അതിനുശേഷവും അപ്പോയിൻമെൻറ്റ് പാസ്സാവുക എന്നുള്ളത് നമ്മൾ റെഗുലറൈസ് ചെയ്ത് ഓരോ ഡി ഓഫീസുകളിലും ഇത് നടക്കണം. അതിനും ഒത്തിരി കാലതാമസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓർത്തു എന്തായാലും നടക്കും, അടുത്ത അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകും എന്നുള്ള വിശ്വാസത്തിൽ പിന്നെയും കടന്നുപോയി. അങ്ങനെ ഞാൻ മെയ് 1 ഇവിടെ ഉടമ്പടി പുതുക്കാനായി പിന്നെയും വന്നു. അതിനിടയിൽ മിക്കപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിലും ചില സിറ്റുവേഷനിൽ നമ്മളിത് മറന്നു പോകുമല്ലോ. അപ്പം ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു, എങ്ങനെയാണെങ്കിലും പാസ്സാക്കി തന്നോളൂ, സമയമാകുമ്പം മെയ് 31 മുമ്പ് എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ മെയ് 4 വെക്കേഷൻ സമയമായതുകൊണ്ട് പുറത്തെവിടെയെങ്കിലുമൊക്കെ പത്രം കൊടുക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ 5 കെട്ട് പത്രം വാങ്ങിച്ചു. ഇവിടുന്ന് ഒരു സ്ഥലത്ത്, ഞാൻ വേറെ പള്ളികളിൽ ഇടയ്ക്ക് പോകാറുള്ള നവേന പള്ളികളുടെ അടുത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങി, അവിടെ വണ്ടി വെച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീടന്വേഷിച്ച് ഓരോ ഏരിയകളിലും കടന്നുപോയി. അപ്പോൾ എനിക്ക് സ്ഥലം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് കൂട്ടായി ദൈവം 2 കുട്ടികളെ തന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ എൻ്റെ കൂടെ വന്നു. എനിക്ക് ഓരോ വഴിയും കാണിച്ചു തന്നു. എല്ലാ മേഖലകളിലും പറഞ്ഞ പത്രം കൊടുക്കാൻ അവരും എൻ്റെ കൂടെ കൂടി. ഞങ്ങൾ ഒരുമിച്ച് പത്രങ്ങളൊക്കെ അവിടെ കൊടുത്തു തീർത്തു. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ നവേനപ്പള്ളിയിൽ ചെന്നപ്പോൾ അവിടെയും ഒരു കട്ട പത്രം ആരും കൊടുക്കാതെ ടേബിളിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അതും ഞാൻ എടുത്ത് തിരിച്ചവിടെ നിന്ന് വരുന്ന വഴിക്ക് ഉച്ച സമയത്ത് വെയിൽ കൊണ്ടാൽ എനിക്കൊട്ടും പറ്റാറില്ല. പക്ഷെ എന്നാൽ നട്ടുച്ച വെയിലത്ത് ഞാൻ ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തി വഴികളിലും കടകളിലും ഒക്കെ ഞാൻ കൊടുത്ത് പോയി. അപ്പോഴും എനിക്ക് വിശ്വാസമായിരുന്നു എന്തായാലും ഇത് നടക്കും, ഈ മാസം ഉണ്ടാകും. അങ്ങനെ ഇരിക്കെ മെയ്
മെയ് 7 വൈകുന്നേരം. അപ്പോൾ സാധാരണഗതിയിൽ ദിവ്യബലി രാവിലെ മസ്റ്റായിട്ടും കൂടും. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതമില്ല. ഞാനാണെങ്കിലും കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകും. അത് രാവിലെ എണീപ്പിച്ച് എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി വൈകിട്ടാണെങ്കിലും ഒരു കുർബാന കൂടാനുള്ള അവസരമുണ്ടായി. ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളുടെ സിസ്റ്റർ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നുണ്ടായ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം 4 വർഷത്തോളമായി കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ മെയ് 7 അപ്പോയിൻമെൻറ്റിന് പാസ്സായി. പിന്നീട് വേണ്ട ഒരുപാട് പ്രൊസീജിയർ ടീച്ചേഴ്സായിരിക്കുന്നവർക്കറിയാം. പ്രത്യേകിച്ച് പണ്ടത്തേലും ഒത്തിരി നിബന്ധനകൾ ഇപ്പോൾ കൂടുതലാണ്. അങ്ങനെ മെയ് 31 കഴിഞ്ഞു, ജൂണായി. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറായിട്ട് നമ്മൾക്ക് പെൻ നമ്പർ കിട്ടുക എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്സ് നമുക്ക് ഓഫീസിലുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ ജൂണിലൊക്കെ പെൻ നമ്പർ കിട്ടി. എനിക്ക് മാത്രം വന്നിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവമേ എന്നെ മാത്രം എന്താ. അപ്പോൾ എന്നോട് എൻ്റെ സിസ്റ്റർ ചേച്ചി ഉണ്ട്, ചേച്ചി എപ്പോഴും പറയും, നമ്മൾ എത്രത്തോളം ഈശോയ്ക്ക് സ്പെഷ്യലാണോ അവർക്ക് വേണ്ടി ദൈവം കുറച്ച് കാത്തു വെച്ചിട്ടുണ്ടാകും, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ 2 ചേച്ചിമാരും എപ്പോഴും പറയും. ഞാനും അപ്പോൾ അതിനെ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജൂൺ കംപ്ലീറ്റ് തീർന്നു. നമ്മൾക്ക് അത്രയ്ക്കും വിഷമം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ഡൗൺ ആവുമെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈശോ അപ്പോൾ ആരെങ്കിലും അയക്കും. പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ച് അതോടുകൂടി മുന്നോട്ട് പോകും. എന്നും കുർബാനയിൽ സമർപ്പിക്കും. കാരണം ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. ജൂലൈ ആയി. അപ്പോൾ ജൂലൈ ആയപ്പോഴേക്കും എന്നോട് ഈ സിസ്റ്റർ ചേച്ചിയും പറയും, എൻ്റെ മോളും പറയും, മോളും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഇങ്ങനെ പറയും. അപ്പം ജൂലൈ 13 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കൊച്ചു പറഞ്ഞു, അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടായിരിക്കും ഈശോ പെൻ നമ്പർ തരാൻ പോകുന്നത്. അങ്ങനെ ബർത്ത്ഡേയുടെ ദിവസം വന്നു. രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, ഈശോ ഇന്നത്തെ ദിവസം നീ എങ്ങനെയാണോ ഭംഗിയാക്കാൻ പോകുന്നത് നീ ചെയ്തോ. ഞാൻ നിബന്ധനകളൊന്നും വെച്ചില്ല. എങ്ങനെ സന്തോഷമാകുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈശോയ്ക്ക് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എന്നും എന്തൊക്കെ അന്നത്തെ കാര്യങ്ങളുണ്ടോ, സ്കൂളിലെ കാര്യങ്ങളായിക്കോട്ടെ കുട്ടികളുടെ ആയിക്കോട്ടെ, ഞാൻ റിക്വസ്റ്റ് ഇടാറുണ്ട്. അതിനനുസരിച്ച് എനിക്ക് മാതാവ് അത് നമ്മൾ എന്താണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അന്ന് തന്നെ എന്തായാലും ഉണ്ടാകും. അങ്ങനെ അന്ന് സ്കൂളിൽ നിന്ന് പോരാൻ 4:30 സമയമായി. 4:30 മണിയായിട്ടും എൻ്റെ പെൻ നമ്പറിൻ്റെ കാര്യം ഒന്നും എനിക്ക് മെസ്സേജ് വന്നില്ല. അപ്പോഴും ഞാൻ ഓർത്തു, ഓക്കെ ഈശോയുടെ ഇഷ്ടമായിരിക്കും, വിട്ടേക്കാം എന്ന് വെച്ച് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു സിസ്റ്റർ വിളിച്ചിട്ട് വന്നു, രമ്യൻ ഓഫീസിൽ സിസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയുടെ പെൻ നമ്പർ വന്നിട്ടുണ്ടാവും, അതായിരിക്കും വിളിക്കണേന്ന്. ഞാൻ വേഗം ഓടി ചെന്നപ്പോഴേക്കും എൻ്റെ ആയിരുന്നു ലാസ്റ്റ് വൺ. എൻ്റെ പെൻ നമ്പറും അന്ന് തന്നെ എനിക്ക് മാതാവ് ബർത്ത്ഡേ ഗിഫ്റ്റായി കിട്ടി. അന്ന് നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. ഒരിക്കലും ഇതുവരെ ഇല്ലാത്ത അത്രയും സന്തോഷം എനിക്ക് അന്നുണ്ടായി. അതിനുശേഷവും ഒത്തിരി പ്രൊസീജിയർ ഉണ്ടായിരുന്നു. വേറെയും കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. എൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആവും. അപ്പോഴും എൻ്റെ എല്ലാം പെൻഡിങ് ആയിരുന്നു. പിന്നെയും ഞാൻ ഓർക്കും, എപ്പോഴൊന്നും അയച്ചു തന്നോട്ടെ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ജൂലൈ കംപ്ലീറ്റായി. അപ്പോഴും അത് കംപ്ലീറ്റ് ആകുന്നില്ല. ഓഗസ്റ്റിലേക്ക് കയറി. ഓഗസ്റ്റ് 1 ഞാൻ അടുത്ത പുതുക്കലിനായി ഇവിടെ എത്തിയ സമയത്താണ് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത്, ഇനിയും ഒത്തിരി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇനിയും സാലറി കിട്ടാൻ 1.5 മാസം വൈകും. അപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയെങ്കിലും ഞാൻ ഓർത്തു, ഞാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ആൾത്തറയിലായിരിക്കുമ്പോൾ ഇവിടെ എന്തർപ്പിച്ചിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ടീച്ചറാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആ മിസ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാണ് മിസ് ഇതിന് നമ്മൾക്ക് കിട്ടുന്നത്, നമ്മൾ എത്ര വർഷമായി കാത്തിരിക്കണേന്ന് പറഞ്ഞ് ഫോണിൽ കൂടി കരച്ചിലാണ് കേൾക്കുന്നത്. ആ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അതുപോലെ തന്നെ മാതാവിനോട് പറഞ്ഞു, മാതാവേ 1.5 മാസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്താണെങ്കിലും ഓഗസ്റ്റ് 15 എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന് മുമ്പേ ഞങ്ങളുടെ സാലറി കിട്ടിയിരിക്കണം. അത്രയും നമ്മൾ അത്രയും കൂട്ടുകാരോട് പറയുന്ന പോലെ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു, അതിൽ കൂടുതൽ പറ്റില്ല. അപ്പോൾ പലരും പറഞ്ഞു, ഏതെങ്കിലും ഓഫീസുകളിൽ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ പോയി കോൺടാക്ട് ചെയ്യുക. പക്ഷെ നമ്മൾക്ക് ഈ ബന്ധപ്പെട്ട ഓഫീസുകളിലൊന്നും അങ്ങനെ കയറി നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഒരു ഓഫീസിലും എനിക്ക് വേണ്ടി പോകാൻ ആരുമില്ല, അമ്മ തന്നെ പോയി എന്താണോ ചെയ്യാനുള്ളത് അത് ഞങ്ങൾക്ക് ചെയ്ത് തന്ന് ഓഗസ്റ്റ് 15 അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് 14 ഞങ്ങളുടെ സാലറി ഞങ്ങൾക്ക് ക്രെഡിറ്റായി കിട്ടണം. കാരണം 4 വർഷത്തോളമുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ ഡെയിലി വേജ് ആയിട്ട് ചെറിയ ഓരോ വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ചെറിയ തുക കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ നമുക്കറിയാം എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. എന്നാലും ഞാൻ പറയുവാണ്, കർത്താവാണിനിടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആ വചനം എന്നുള്ളത് ഞങ്ങളുടെ അത്രയും ആപ്തവാക്യമാണ്. സംഗീതം 23:1 പറഞ്ഞാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും വചനം പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലിയും കർത്താവിൻ്റെ സംരക്ഷണം ചൊല്ലിയാണ് ഞാനും മോള് സ്കൂളിലേക്ക് വണ്ടിക്ക് പോകുന്നത്. അപ്പോൾ കൊച്ചാണെങ്കിലും കുഞ്ഞിലേ മുതൽ പഠിച്ചിരിക്കുന്നൊരു വചനമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 4 വർഷം സാലറി ഇല്ലാതെ ജീവിച്ചെങ്കിലും ഈശോ എന്നെ ഒരുപാട് പരിപാലിച്ച് നടത്തിയ വർഷമാണ്. ഞാൻ എന്ത് മനസ്സിലാഗ്രഹിച്ചാലും കുഞ്ഞെന്ത് മനസ്സിലാഗ്രഹിച്ചാലും ഈശോയും മാതാവും എവിടെ നിന്നാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവില്ലാതെ. എന്നാലും നമ്മൾക്ക് ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സാലറി ക്രെഡിറ്റ് എന്നുള്ളൊരു മെസ്സേജ് കാണാൻ ഏത് വ്യക്തിക്കാണ് ആഗ്രഹമില്ലാത്തത്. ഞാനങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ മാതാവിനോട് പോയി. അപ്പോൾ ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് വിശ്വസിച്ചോ, എന്തായാലും 15 മുമ്പ് കിട്ടും. അപ്പോഴാണെങ്കിലും കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞു, എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തു, പേപ്പർ വർക്കൊക്കെ റെഡിയാണ്, പക്ഷേ സൈറ്റിലൊന്നും അപ്ലോഡ് ആവണില്ല, വർക്ക് സൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കുഴപ്പമില്ല,
കാരണം ഇന്നലെ സിസ്റ്ററിൻ്റെ ഫീസ് ഡേയും കൂടി ആയിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ. അപ്പോൾ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ കുഴപ്പമില്ല സിസ്റ്റർ, അതുപോലെ വിഷമിക്കേണ്ട, സിസ്റ്റർ രാവിലെയും രാത്രിയൊക്കെ ചെയ്തിട്ടും ഇതാകുന്നില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, രമ്യ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്നലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വൈകിട്ട് നൊവേനയിലും എല്ലാം പങ്കെടുത്തതിന് ശേഷം ആരാധനയുടെ മുമ്പിൽ 1 മണിക്കൂർ ഇരുന്ന് ജപമാലയൊക്കെ ചൊല്ലി വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഷോക്ക് അടിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. മൊബൈലൊരു കോൾ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും സാലറി ക്രെഡിറ്റ് എന്നുള്ള മെസ്സേജ്. ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം, കാരണം വെള്ളിയാഴ്ച വരെ ഞാൻ സമയം പറഞ്ഞതാണ്. അതിനുള്ളിൽ തന്നെ മാതാവ് ഇന്നലെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വർക്ക് ചെയ്ത സിസ്റ്ററിൻ്റെ ഫീസ് ഡേ തന്നെ സിസ്റ്റർ ഗിഫ്റ്റ് കൊടുത്ത പോലെ സിസ്റ്റർ ചെയ്ത വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്കും ഒരേപോലെ തന്നെ മെസ്സേജ് ഞങ്ങൾക്ക് വന്നു. ഇത് അത്രയും ഇതായ സന്തോഷത്തോടുകൂടി ഞാൻ ഇവിടെ, കാരണം ഞാൻ മാതാവിനോട് പറയാനാണ് ഇന്ന് തന്നെ ഓടി വന്നത്. വേറെ ആരോടും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒഫീഷ്യലായിട്ട് സ്കൂളിൽ ഒഫീഷ്യൽ അറിയാവുന്നതല്ലാതെ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെയൊക്കെ വന്നത്. ഇതിന് ഒത്തിരി ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതോടൊപ്പം ഒത്തിരി അധ്യാപകർ ഇതുപോലെ വിഷമിക്കുന്നുണ്ട്. അവരുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം മുതൽ അവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി അവർക്കും സാലറി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കൂളെന്ന് പറഞ്ഞ എക്സാം ഉണ്ട് ഞങ്ങൾ ടീച്ചേഴ്സിന്. അത് ഫേസ് ചെയ്യുന്നവർക്ക് അറിയേണ്ട ബുദ്ധിമുട്ട്. സിസ്റ്റത്തിൽ നമ്മൾ ആ ഒരു ഇതിന് ടൈം ലിമിറ്റ് അനുസരിച്ച് അപ്ലോഡ് ചെയ്ത അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കണം. ഞാനിത് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പൊതുവേ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. ഞാനപ്പോൾ ഉപ്പക്കിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൻ്റെ മുമ്പിലൊക്കെ ഞാൻ എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തൊട്ട് മുമ്പുള്ള റോൾ നമ്പർ മാറി എൻ്റെ സിസ്റ്റം വേറെ സിസ്റ്റത്തിലേക്ക് മാറ്റി. അപ്പം തന്നെ എൻ്റെ എൻ്റെ എല്ലാ എനർജിയും തീർന്ന പോലെ എനിക്ക് ടെൻഷനായി. പിന്നെ എക്സാം തീരാൻ ഒരു 10 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് 3 കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ തീരുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ദൈവം എന്നിത് പാസ്സാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി മാതാവ് ശരിക്കും ഇടപെട്ട പോലെ തന്നെ ആ എക്സാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റി. കൂടാതെ ഉടമ്പടി തൈലവും തേച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. രാവിലെ ഡെയിലി ഇവിടെ പ്രയർ കഴിയുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഞാനും കുരിശ് വരക്കും, വീട്ടിലുള്ളവർക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കും. സ്കൂളിലേക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴാണെങ്കിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് അതിൻ്റെ പ്രൊട്ടക്ഷനിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും തൈലവും ഞാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് മറന്നു പോയാൽ പോലും എൻ്റെ മോൾ എന്നെ ഓർമ്മിപ്പിക്കും. അമ്മ തൈലം എടുത്ത് കുരിശ് വരച്ച്, ഞാൻ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ കൊച്ചോടി വരും. എൻ്റെ നെറ്റിക്ക് കുരിശ് വരച്ചിട്ടല്ലാണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാറില്ല. അങ്ങനെ ഈശോയോട് ചേർന്നുകൊണ്ട് ഈശോയിലായിട്ട് നന്നായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കുഞ്ഞിനാണെങ്കിലും കുഞ്ഞാൾ മുതൽ എപ്പോഴും അസുഖം വരുമായിരുന്നു. സ്കൂളിലാണെങ്കിലും ഇവിടെ ഓരോ ഡോക്ടറിൻ്റെ അടുത്ത് മാറിക്കൊണ്ടുപോകും. അപ്പോൾ കുട്ടികൾക്ക് അസുഖം വരും. അത് അങ്ങനെ സ്ഥിരം യൂഷ്വലി വരുന്നതാണ്. അത് ഇത്ര വലിയ കാര്യം വെക്കാനില്ലെന്ന് പറയും. എന്നാലും നമ്മൾക്ക് ഒത്തിരി ലീവ് എടുക്കാനൊന്നും അതിൻ്റെ പേരിൽ പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. തൈലം ഒരു ദിവസം പോലും മുടങ്ങാതെ നെറ്റിയിൽ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കുറേ നാളായി ഇതുപോലെ ചെയ്യും. അതിനുശേഷം അങ്ങനെയുള്ള സ്ഥിരമായി വരുന്ന അസുഖങ്ങളൊന്നും തന്നെ കുഞ്ഞിനേക്കാറില്ല. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടമ്പടി ഉപ്പിട്ട് അപ്പം തന്നെ കൊച്ചു തന്നെ എടുത്ത് വെള്ളം കുടിക്കും. തേനാണെങ്കിലും അത് അതുപോലെ തന്നെ ചെയ്യും. അതുപോലെ അമ്മയാണെങ്കിലും ഒത്തിരി പ്രാർത്ഥിക്കും. കിട്ടുന്ന സമയങ്ങളിലൊക്കെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എല്ലാവരും ആ മാതാവിനോട് ചേർന്ന്, അതായത് കൃപാസന മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാതാവ് ഇടപെടുമെന്നുള്ള അത്ഭുതം നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ കൂടാതെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഈ പറഞ്ഞല്ലോ പല സ്ഥലത്തൊക്കെ കൊണ്ടുകൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളുടെ ഇടയിൽ സ്കൂളിലായതുകൊണ്ട് കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അവരോട് ഞാൻ പറയും പ്രാർത്ഥിക്കാൻ. അവർ പാരൻസിനോടും എന്നാൽ കഴിയുന്ന സഹായം ആർക്കൊക്കെ ചെയ്യാനിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാ മാസമാണെങ്കിലും ചെറിയൊരു തുക എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ചെറിയൊരു തുകയായിട്ട് എല്ലാ മാസവും പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഫണ്ടിലേക്ക് ഞാൻ അയക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കുന്നതിൽ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. കൂടാതെ പബ്ലിക് പ്ലേസിലൊക്കെ പൊതിച്ചോറ് കൊടുക്കുന്നത് പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാനും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. മാതാവേ, എനിക്ക് അതിനുള്ളൊരു അവസരം തരുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് മെയ് ലാസ്റ്റ് ഞങ്ങൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ആലുവയിൽ വെച്ച് നടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് സാധാരണ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയില്ല. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ തന്നെയും ഞാൻ ആഗ്രഹം മാറ്റിവെച്ച് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വഴിയിൽ ഒത്തിരി പേര് അവിടെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ അടുത്തുനിന്നുള്ള കടയിൽ വാങ്ങിച്ച് അവർ ആയിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ചോറ് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റി. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒത്തിരി നാളത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ബൈബിൾ വായനയും വിശുദ്ധ കുർബാനയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെറുതായി ഒരു വിഷമം വന്നാൽ ഞാൻ അപ്പം തന്നെ കുമ്പസാരിക്കാതെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാറില്ല. പേഴ്സണൽ പ്രെയർ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പം മൊബൈലിലായിക്കോട്ടെ അച്ഛന്മാരുടെ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനകൾ, പ്രെയറുകൾ, ഇതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളൊന്ന് മാനസികമായി ഡൗൺ ആകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ മതി. അതിൽ വരുന്ന ഷോർട്സ് നമ്മൾക്കുള്ള മെസ്സേജ് ആയിരിക്കും. വേറെ ഒന്നിനും അനാവശ്യമായിട്ട് സമയം അങ്ങനെ കളയാറില്ല. ഇതിലൂടെ പോകുന്നത് കൊണ്ട് ഒത്തിരി ഈശോ കൂടെയുണ്ട്. ഏത്
പ്രവൃത്തിയിലും എന്തിലും ഏറ്റെടുത്താലും ഏറ്റവും നന്നായിട്ട് എല്ലാം ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഒത്തിരി ഉണ്ടാവാറുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ നമ്മൾക്ക് ദൈവം അനുയോജ്യമാക്കി കൊണ്ടുതരും. പലരും ചോദിക്കും ഇതെങ്ങനെ സാധിക്കുന്നു, ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇതിന് ഒത്തിരി 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 എൻ്റെ ജീവിതത്തിലും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് രമ്യ ചേന്നൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ സാക്ഷി നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായിരുന്നു. ജോലി കിട്ടി, അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിലും എയ്ഡഡ് സ്കൂളുകളിൽ 4 വർഷമായിട്ട് ജോലി ചെയ്ത് കടന്നു പോകുന്നു. 2 വർഷം സാലറി ഇല്ലാതെ കടന്നു പോവുകയും അതേ തുടർന്നാണെങ്കിലും അടുത്ത 2 വർഷമാണെങ്കിലും ഡെയിലി വേജസിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അപ്പോയിൻമെൻറ്റ് പലവിധ കാരണങ്ങളാലും തടസ്സങ്ങളാലും അത് പാസ്സാകാത്ത രീതിയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ തുടർന്നുള്ള പ്രാർത്ഥനയുടെ ആണെങ്കിലും കുറേയധികം ടീച്ചേഴ്സിൻ്റെ സങ്കടങ്ങളും ഒപ്പം ചേർത്തുകൊണ്ട് തന്നെയാണ് ഇയാൾ തനിക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ അച്ഛനെ കാണുവാനായിട്ട് കടന്നു വരികയും ചെയ്യുന്നത്. തുടർന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും 21 ഡേറ്റ് അത് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ അതെപ്പോഴാണ് എന്താണെന്നുള്ളൊരു വലിയൊരു ചിന്തയുടെ കടന്നു പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അനുഗ്രഹം എന്നോണം അത് ഫെബ്രുവരി 21-ന് എയ്ഡഡ് സ്കൂൾ എല്ലാ അധ്യാപകർക്കും ആ ഒരു NSS അനുകൂലമായ ഉത്തരവ് അത് ബാധകമായിട്ട് അത് പുറപ്പെടുവിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനും റെഗുലറൈസ് ചെയ്യാനും വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പേപ്പർ സംബന്ധമായ കാര്യങ്ങളത് പലതരത്തിലുള്ള പെൻഡിങ്ങിലൂടെയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കടന്നു പോകുന്ന പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇതെല്ലാം നമുക്ക് നൽകുന്നുള്ള അനുഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടി മുമ്പോട്ട് പോവുകയും അതേ തുടർന്നാണെങ്കിലും ടീച്ചേഴ്സ് ലഭിക്കേണ്ട പെൻ നമ്പറാണെങ്കിലും അതൊക്കെ ലഭിക്കുകയും അതേ തുടർന്നാണെങ്കിലും തൻ്റെ നമ്പർ വരാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ ഇടപെടലിലൂടെയും അത് തനിക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്നും സാലറി ക്രെഡിറ്റ് ആകാത്തതിൻ്റെ കാര്യങ്ങൾ അത് എല്ലാവരുടെയും കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ മാത്രം ശരിയാതെ വരുന്നൊരവസ്ഥയിൽ കടന്നു പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും തനിക്ക് അതിനുവേണ്ട കാര്യങ്ങളും ക്രമീകരണങ്ങളാണെങ്കിലും പരിശുദ്ധ അനുഗ്രഹത്തോടു കൂടി സാലറി ലഭിക്കുകയും തുടർന്ന് മുമ്പോട്ട് പോകുവാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും ടീച്ചേഴ്സ് പാസ്സാകേണ്ട സ്കൂളെന്ന എക്സാം ആണെങ്കിലും അത് കമ്പ്യൂട്ടർ സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെയാണ്. അത് പൂർണ്ണമായിട്ട് അത് പാസ്സാകുവാനുള്ള എല്ലാവിധമായ ടെൻഷനുകളും മാറ്റിയത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തു, പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം സാക്ഷ്യത്തിനൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും ഈശോ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. പരിശുദ്ധമ്മ എനിക്കെല്ലാത്തിനും തുണയായിട്ടും സംരക്ഷകയായിട്ടും കൂടെയുണ്ടെന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഈ താരക്ക് മുമ്പിൽ തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും വലിയ വലിയ ഈശോയ്ക്കും ഞങ്ങൾക്ക് കുടുംബമായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. എൻ്റെ പേര് ബീന, എൻ്റെ ഹസ്ബൻഡ് വിനോജ്, മക്കൾ ആൻസ്ലേ, അലക്സ്. ഞങ്ങളിപ്പോൾ വരുന്നത് UK നിന്നാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഞങ്ങൾ പറ്റുമെന്ന് പോലും പ്രതീക്ഷിച്ചതല്ല. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് അതിനുള്ള ശക്തി തന്നു. പ്രതിഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളിവിടെ നിർത്തുവാൻ മാതാവ് ഞങ്ങൾക്ക് ശക്തിയും ബലവും തന്നു. അതിന് ഞങ്ങൾ 1000 നന്ദി പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതം അതിന് അത് സഫീഷ്യൻ്റ് അല്ല. ഇത്രത്തോളം ഞങ്ങൾ നടത്തിയ എൻ്റെ അമ്മയ്ക്ക് ഇനി ഞങ്ങൾ മുമ്പോട്ട് നടത്തും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 1, 2021 ആ സമയത്ത് ഞാൻ മധ്യപ്രദേശിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളിൽ കൂടുതലും ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പലപ്പോഴും പറയത്തില്ലേ ഒരു പൂ ചോദിക്കുമ്പോൾ 1000 ഒരു പൂന്തോട്ടം തന്നെ ദൈവം ഞങ്ങൾക്ക് തരും. അതുപോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഓരോ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നത്.
ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം 21 ഞാനും ഹസ്ബൻഡും കൂടി മോൻ്റെ സ്കൂളിൽ പോവുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സ്കൂട്ടിയിൽ മുമ്പിലുള്ള ഒരു ബൈക്ക് യാത്രക്കാരൻ സഡനായിട്ട് ബ്രേക്ക് ഇട്ടു. ഞാൻ സ്കൂട്ടിയിൽ നിന്ന് തെറിച്ചു പോയി. എൻ്റെ മുഖത്ത് പൊട്ടലും കണ്ണിൽ ഒത്തിരി ബ്ലീഡിങ് ആയി, ക്ലോട്ടായി. അപ്പം ഞങ്ങളവിടെ കാണിച്ചു, CT സ്കാൻ ചെയ്തു. അപ്പം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, മക്കൾ ചെറുത്. അപ്പം ഞങ്ങളുടെ ഇൻലോസിൻ്റെ താമസിക്കുന്നത് ഭോപ്പാലാണ്. അപ്പോൾ പപ്പയും മമ്മിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ കാണിച്ചു. ആ സമയത്തെല്ലാം മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒന്ന് മാത്രമാണ് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഓപ്പറേഷൻ ഇല്ലാതെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ താമസിക്കുമ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. മുമ്പോട്ട് ഞങ്ങൾക്ക് നോക്കാനും മക്കളെ നോക്കാനും കുടുംബമൊക്കെ മുമ്പോട്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് സൗഖ്യം തരണേന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഭോപ്പാലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ CTയിൽ അത്രയും ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടും എൻ്റെ കണ്ണ് രണ്ടായിട്ട് കാണാൻ പറ്റും, അങ്ങനെ ഒരു കണ്ടീഷൻസൊക്കെ പറഞ്ഞെങ്കിലും മാതാവ് ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് മാറ്റി തന്നു. മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി. രണ്ടാമത് ഞാൻ നിയോഗത്ത് വെച്ചിരുന്നത് ഞങ്ങൾക്ക് കുടുംബമായി UK പോകുവാനുള്ള അനുഗ്രഹത്തിനായിരുന്നു. അപ്പോൾ 2022 മാതാവ് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാം ഒരുക്കി തന്ന് ഞങ്ങൾക്ക് കുടുംബമായി UK പോകുവാനും അവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് റെൻറ്റിൽ വീട് കിട്ടുവാണ്. പക്ഷെ നല്ലൊരു ഭവനം ഞങ്ങൾക്ക് അവിടെ മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങളവിടെ ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾക്കവിടെ ഇപ്പോഴും ഞങ്ങളവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. മൂന്നാമത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ഒത്തിരി നന്മകളുണ്ടെങ്കിലും ആ ഒരു ബാഡ് ഹാബിറ്റ്സ് എനിക്ക് ഇടയ്ക്ക് അതെപ്പോഴും പെയിൻഫുള്ളായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഹാബിറ്റ്സ് മാറ്റി തരണേന്ന്. അത് ദൈവം ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ എപ്പോഴും നെറ്റിയിൽ എന്നും രാവിലെ ഞാൻ മക്കൾക്കും ഹസ്ബൻഡും ഞാൻ നെറ്റിയിൽ ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ കുരിശ് വരച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെ മാതാവ് ആ ഹാബിറ്റ്സും ഹസ്ബൻഡിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി. അതിനുശേഷം ഞങ്ങൾ 24 ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് പുതുക്കാൻ വേണ്ടി. അതിന് UK ഞങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. അതിന് രണ്ടാമത് ഞാൻ പുതുക്കാൻ വേണ്ടി 24 വന്നത്. 24 ഞാൻ വന്ന് പുതുക്കിയപ്പോൾ ഞാൻ നഴ്സിങ്ങിൻ്റെ എൻ്റെ OSCE എക്സാംസിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ എക്സാം കൊടുത്തു. പക്ഷേ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേഷൻ പ്ലാനിങ് അതെനിക്ക് കിട്ടിയില്ല. ഞാനവിടെ മെൻ്റൽ ഹെൽത്ത് നേഴ്സായിട്ടാണ് ഞാൻ നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ പ്ലാനിങ്ങിൻ്റെ സ്റ്റേഷൻ എനിക്ക് കിട്ടിയില്ല. ഞാൻ 24 ഞാൻ അതിൻ്റെ ഉടമ്പടിയിൽ ഞാൻ അതും നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി അത് രണ്ടാമത്തെ എക്സാം എഴുതി. ആ സമയത്ത് ഞാൻ എന്തായിരുന്നു ഫസ്റ്റ് എക്സാമിന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഞാൻ അതും എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് സെയിം ആണ്. പക്ഷെ ദൈവവും മാതാവും അവിടെ ഇടപെട്ട് ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഞാൻ ആ സമയത്ത് ഞാൻ എക്സാം ഹോളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാതാവ് എനിക്ക് അതിന് എക്സാംസ് ക്ലിയർ ചെയ്തു. എന്നിട്ട് എനിക്കവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അതിനുള്ള വിസയും അതിനുള്ള എല്ലാ സ്പോൺസർഷിപ്പും എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞാനിപ്പം അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളിവിടെ 24 പോയതിന് ശേഷം ഹസ്ബൻഡ് അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തിയറി എക്സാംസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിനുവിന് പരിശുദ്ധ അമ്മയുടെ ഉപ്പും ഉടമ്പടി തൈലവും ഒക്കെ വിനുവിന് പ്രൊവിഷണൽ ലൈസൻസിലും വിനുവിൻ്റെ നെറ്റിയിലും ഒക്കെ തേച്ച് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആ തിയറി എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. പ്രാക്ടിക്കൽ എക്സാമിന് പോകാൻ നേരത്ത് ഞങ്ങളുടെ കാർ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാറിൽ സ്റ്റിയറിങ്ങിൽ ഞാൻ ഉടമ്പടി തൈലവും ഇൻസ്ട്രക്ടർ ഇരിക്കുന്ന അവിടെ അവിടെ ഞാൻ ഉടമ്പടി തൈലം ഞാൻ ബ്ലെസ് ചെയ്ത് ഞാൻ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ വിനുവിനെ എക്സാമിന് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിനുവിന് ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലഭിക്കുകയും പ്രാക്ടിക്കൽ എക്സാം ക്ലിയർ ചെയ്യാനും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാനും അതിനുള്ള അനുഗ്രഹം മാതാവ് ചെയ്തു തന്നു. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവം നടന്നത് മാർച്ചിൽ വിനുവിനൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വന്നു. 2024 മാർച്ചിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വിനുവിന് ലിവർ ഫെയിലിയർ ആണെന്ന് കൺഫേം ചെയ്തു. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും എല്ലാം അവിടെ നടന്നു. ലിവർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞത് ആ സമയത്തൊക്കെ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും UK പോകുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും ഫാമിലിയായിട്ട് പോയി. അവിടെ ചെന്ന് ഇങ്ങനെയൊരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഒരു ശക്തി കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഫേസ് ചെയ്യാൻ ആ ഓപ്പറേഷന് സമയത്ത് മീൻസ് ഞങ്ങൾക്ക് 2025 മാർച്ചിൽ ഞങ്ങൾക്ക് ആ ഓപ്പറേഷൻ ഞങ്ങൾക്ക് നടന്നു. ആ സമയത്ത് അവിടെ അറിയാം UK മീൻസ് മോന് ആ സമയത്ത് 13 years ആണ്. അപ്പം മക്കളെ തന്നെ വിടാൻ പറ്റത്തില്ല, എനിക്ക് വിനുവിനെ നോക്കണം. അവിടെ ഞങ്ങൾക്ക് ലണ്ടനിലാണ് ഞങ്ങൾ താമസിക്കുന്ന, പൂൾ ഡോർസെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ലണ്ടനിലായിരുന്നു വിനുവിൻ്റെ സർജറി. അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. 70 years ആയുള്ള അങ്കിൾ മീൻസ് ആ വിൻ്റർ സീസണിൽ മാതാവ് ഞങ്ങൾക്ക് വിനുവിൻ്റെ അങ്കിളിനെ, പപ്പയുടെ അനിയനെ അവിടെ ഞങ്ങൾക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ ഒരു വിൻ്റർ സീസണിൽ മാതാവ് അങ്കിളിന് ശക്തിയും ബലവും തന്ന് വിനുവിനെ മക്കളുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. സർജറിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിലും മാതാവ് ഫസ്റ്റ് മീൻസ് 20 liters ബ്ലഡ് ലോസ് ആയിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ വിനുവിന് ഉണ്ടായിരുന്നത്. ആ ഒരു കണ്ടീഷനിൽ പുറത്ത് വരുമോ എന്നുള്ളൊരു അറിയത്തില്ലായിരുന്ന അവസ്ഥയിൽ ഞാൻ മീൻസ് എന്താ പറയുക, മാതാവിൻ്റെ ഉപ്പും തൈലവും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത് പിറ്റേ ദിവസം മാർച്ച് 12 എനിക്ക് രാവിലെ മീൻസ് അവിടെ നമ്മളെ നിർത്തത്തില്ല ആരും ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ പുറത്ത് റൂം എടുത്താണ് നിൽക്കുന്നത് ഹോട്ടലിൽ. ആ സമയത്ത് എനിക്കൊരു കോൾ വന്നു, വിനുവിൻ്റെ ഒത്തിരി ക്രിട്ടിക്കലാണ്, ഒത്തിരി ബ്ലീഡിങ് ഉണ്ട്, നെക്സ്റ്റ് ഓപ്പറേഷൻ എടുക്കണം, ഞങ്ങളെടുക്കാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു കുറച്ച് സമയം ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ, അതിനുള്ളൊരു സമയം എനിക്ക് തരണം. അപ്പം അവരത് അലൗ ചെയ്തു. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് വിനു മീൻസ് പൂർണ്ണ ആരോഗ്യത്തെയാണ് പോയിക്കൊണ്ട് മീൻസ് ആ സമയത്ത് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ എന്നും മാതാവിൻ്റെ തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് വിനുവിൻ്റെ സിംറ്റംസ് എല്ലാം കൺട്രോളിലായിരുന്നു. ആ ബ്ലഡ് റിപ്പോർട്ട്സ് 24 ചെയ്ത ബ്ലഡ് റിപ്പോർട്ട്സ് 25 വരെ ഒരു ചേഞ്ചസും വരുത്താതെ മാതാവ് കാത്തു. ഒരു ബിൽട്രിബിനിലോ വേറൊരു ലിവർ ഫങ്ഷനിലോ ഒന്നും ഒരു കോംപ്ലിക്കേഷൻസും വരുത്താതെ മീൻസ് കൂട്ടാതെ അത് ആ സെയിം തന്നെ കൺട്രോളിൽ നിർത്തി. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകാൻ നേരത്ത് വിനു മേജർ സർജൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളിവിടുന്ന് കൊന്ത കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കൊന്ത എൻ്റെ വിശ്വാസമാണ്, ആ വിശ്വാസം എൻ്റെ കൂടെ വെക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊരു മേജർ സർജറി ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ UK പോലൊരു ഹോസ്പിറ്റലിൽ സാധാരണ അലൗഡ് ചെയ്യത്തില്ല. എങ്കിലും അവർ ആ സർജൻ അലൗ ചെയ്തു. വിനുവിൻ്റെ കയ്യിൽ ആ കൊന്ത ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിനു ആ ഓപ്പറേഷൻ തിയേറ്ററിന് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രണ്ടാമത്തെ ഓപ്പറേഷൻ കോംപ്ലിക്കേഷൻ ആയത് ബ്ലീഡിങ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ആ ബ്ലീഡിങ്ങിൻ്റെ മീൻസ് അവർ എന്താ പറയുക, ഓരോ മണിക്കൂറിലും അവർ 2-3 ബ്ലഡ് യൂണിറ്റ്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു. അപ്പം അവർ ഉദ്ദേശിച്ചുകൊണ്ട് അത് അവരുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്ത മേജർ ആർട്ടറീസ് അത് വിട്ടുപോയിട്ടുണ്ട്, അത് കാരണമായിരിക്കാം അത്രയും ബ്ലീഡിങ് വരുന്നതെന്നാണ്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നടത്തിയാണ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ എനിക്ക് കൊണ്ടുപോകണം, കിടത്തി കൊണ്ടുപോകുന്ന ഇടവരുത്തരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. നെറ്റിയെ കുരിശ് വരച്ച് പ്രത്യക്ഷീകരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിനുവിന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരികയാണ്, മാതാവ് ബാക്കിയെല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. വിനുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് ഓപ്പറേഷൻ 12 hours ഉണ്ടായിരുന്നു. സെക്കൻഡ് ഓപ്പറേഷൻ 8 to 9 hours. ഡോക്ടേഴ്സിന് പോലും വിശ്വാസമില്ല, 12 മണിക്കൂർ പോലും ആവാത്തൊരു ഓപ്പറേഷൻ രണ്ടാമത് സക്സസ് ആവുന്ന ആർക്കും വിശ്വാസമില്ല. മീൻസ് അവർക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു. എങ്കിലും മാതാവ് അവിടുന്ന് എല്ലാം കൈപിടിച്ച് നടത്തി. വെൻറ്റിലേറ്ററിലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചയായപ്പോൾ തൊട്ടാണ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ കൂടുതൽ മീൻസ് എപ്പോഴും പറയത്തില്ലേ, ഓപ്പറേഷനൊക്കെ സക്സസ് ആവുകയാണെങ്കിൽ അത് ഡോക്ടേഴ്സിൻ്റെ മിടുക്കാണ്, മെഡിക്കൽ സയൻസിൻ്റെ കഴിവാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് UK പോലുള്ള ഹോസ്പിറ്റലൊക്കെ വരുമ്പം. പക്ഷേ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഗ്രേസ് നമ്മൾ മനസ്സിലാക്കുന്നത്. മെറിറ്റ് അല്ല, അത് ഗ്രേസ് ആണ് പ്രവർത്തിക്കുന്നതെന്ന്. 2ാമത്തെ ആഴ്ച ബ്ലഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ബിൽഡ്രിബിനൊക്കെ 55, അവിടുത്തെ യൂണിറ്റിനനുസരിച്ച് 55 ആയിരുന്നു ഓപ്പറേഷന് മുമ്പ്. അത് 250 പോകാൻ തുടങ്ങി. മീൻസ് ബോഡി റിജക്റ്റ് ചെയ്തു വിനുവിൻ്റെ ലിവർ. ഫസ്റ്റ് റിജക്ഷനായി അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ 3ാമത്തെ വീക്ക് CT സ്കാൻ ചെയ്തപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു
വിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഓപ്പറേഷൻ ഫെയിലിയർ ആണ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫെയിലിയർ ആണ്. പക്ഷേ ആ ടേബിളിൽ വിനു കിടക്കുമ്പോൾ വിനുവിന് ബ്ലൂ ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം വിനു പറഞ്ഞു, മാതാവ് നോക്കും, ഞാൻ മാതാവിലും ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ മീറ്റിംഗ് നടത്തണം, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫെയിലിയർ ആണ്, അതിന് മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിനുവിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം 250 താഴാൻ തുടങ്ങി. 150, 100, അങ്ങനെ വിനുവിൻ്റെ ബിൽറുബിൻ നോർമൽ ലെവലിലോട്ട് വരാൻ തുടങ്ങി. ലിവർ ഫങ്ഷൻ നോർമലിലോട്ട് വരാൻ തുടങ്ങി. അവിടുന്ന് ഫെയിലിയർ എന്നു പറഞ്ഞതിൻ്റെ മാതാവ് പിന്നെയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനത്താൽ അത് മുമ്പോട്ട് നടത്തി. ബ്ലീഡിങ് കാരണം വിനുവിൻ്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ടായിരുന്നു. വിനു കംപ്ലീറ്റ് ഹീമോ ഡയാലിസിസിലായിരുന്നു. അപ്പം ICU അവർ മാറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഇനി ഡയാലിസിസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് ക്യാത്ത് ചെയ്തു. പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ നിയർ ബൈ ഹോസ്പിറ്റലിലോട്ട് വിനുവിനെ റെഫർ ചെയ്തു. അതിൻ്റെ എല്ലാ അവർ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു. പക്ഷേ 28th മാർച്ച് വിനു, ഞങ്ങളിന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വിനു ഇങ്ങനെ ചെയ്തപ്പോൾ അച്ഛൻ്റെ അല്ല, വേറൊരു ഏതോ യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ വചനങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 2 വെള്ള കിഡ്നികൾ കാണുന്നുണ്ട്, വൃക്ക രോഗികളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു. അന്ന് ഡോക്ടർ റൗണ്ടിന് വന്നപ്പം വിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഡയാലിസിസ് ചെയ്യണ്ട, പക്ഷേ ഇപ്പോൾ പിന്നെ പെർമനൻറ്റ് ക്യാത്തിട്ടത് ഇപ്പം നമുക്ക് ഊരണ്ട, പക്ഷേ നിങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യണ്ട. അപ്പം വിനുവിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് നന്നായിട്ട് തുടങ്ങി. അപ്പം അതിനുശേഷം അന്ന് വിനു കേട്ട് ആ വിശ്വാസത്തിൽ വിനു ഉറച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വിനുവിനെ ഡയാലിസിസ് ചെയ്തിട്ടില്ല. അങ്ങനെ വിനുവിന് അവിടെ നിന്നും സൗഖ്യം ലഭിച്ചു. പിന്നെ കോംപ്ലിക്കേഷനായിട്ട് വിനുവിന് അവർ മസിൽ വിനുവിൻ്റെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ 3ാമത്തെ സർജറി അവർ പ്ലാൻ ചെയ്തത് സെപ്റ്റംബറിലായിരുന്നു. വിനുവിൻ്റെ ഡിസ്കംഫേർട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഇടപെട്ട് സമയത്തിന് മേൽ ഇടപെടാൻ കഴിവുള്ള മാതാവ് വിനുവിൻ്റെ ഓപ്പറേഷൻസ് മുമ്പോട്ടാക്കി തരണേ. സാധാരണ UK എപ്പോഴും ഡിലേ ആണ്. അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് സാധാരണ പോസ്റ്റ്പോണ്ട് ആവാണ്, സാധാരണ പ്രീപോണ്ട് ആവാറില്ല. പക്ഷെ അവിടെ മാതാവിൻ്റെ ഇടപെടൽ നടന്ന് സെപ്റ്റംബർ 30 എന്ന് പറഞ്ഞത് ജൂലൈ 31 3ാമത്തെ ഓപ്പറേഷൻ നടന്നു. 3ാമത്തെ ഓപ്പറേഷനിലും ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെ, പിന്നെ വിനുവിന് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും പിന്നെ അയൺ ഓവർലോഡും ആയിരുന്നു ലിവറിൽ. ആ കോംപ്ലിക്കേഷൻസ് കാരണമായിരുന്നു വിനുവിൻ്റെ ലിവർ ഫെയിലിയർ ആയത്. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ പിന്നെ കണ്ടീഷൻ ഉള്ളത് കാരണം വിനു അധികം ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്. ഓൾറെഡി ഇമ്മ്യൂണോ സപ്രസൻ്റാണ്, പക്ഷേ വിനു ഒന്നിന് പകരം 2 തരത്തിലുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതും ഹൈ ഡോസ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വിനു ഓപ്പറേഷൻ കഴിഞ്ഞു. ഓഗസ്റ്റ് 7 അച്ഛൻ കെൻറ്റിൽ ഒരു ധ്യാനം നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു UK. ആ സമയത്ത് ഞാനും മോനും കൂടി, എന്താ വെച്ചാൽ കെൻറ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പം ഞാനും മോനും കൂടിയും പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞാൻ രജിസ്ട്രേഷനൊക്കെ നോക്കിയപ്പോൾ രജിസ്ട്രേഷൻ ഒന്നുപോലും കാണുന്നില്ല. പക്ഷേ തലേ ദിവസം എനിക്ക് ഒരു രജിസ്ട്രേഷൻ കിട്ടി. ഞാൻ ബുക്ക് ചെയ്തു, പക്ഷെ മടിച്ചു നിന്നു, ഞാൻ എങ്ങനെ അത്രയും ദൂരം പോയിട്ടില്ല ഇതുവരെ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഞാൻ വിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, വിനു എന്താണെങ്കിലും ഞാൻ പോകുക, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പള്ളിയിലെത്തും, മീൻസ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോയി. ഞാൻ അവിടെ എത്തി എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ വിനുവിൻ്റെ ഫോട്ടോയിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. 8th ഓഗസ്റ്റ് തന്നെ, മീൻസ് 7th ഞാൻ അച്ഛനെ കണ്ടു. 8th വിനുവിൻ്റെ ഡിസ്ചാർജ് കിട്ടി. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. അതിനുശേഷം അത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ പ്രാർത്ഥനയും എന്നും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗവും എല്ലാമായിട്ട് എൻ്റെ ഹസ്ബൻഡ് വിനുവിനെ പൂർണ്ണ ആരോഗ്യത്തോടെ മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. മരണക്കിടയ്ക്ക് മീൻസ് പലപ്പോഴും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിലൊക്കെ പലപ്പോഴും ഇവിടെയൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പം ഒക്കെ ആൾക്കാർ വിനു തിരിച്ചു വരില്ല, മീൻസ് ചില ആൾക്കാർ ചിന്തിച്ചത് പിറ്റേ ദിവസം മരണം കേൾക്കാൻ പറ്റും, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് പോലും ചിന്തിച്ച ആൾക്കാരുണ്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മയും ഈശോപ്പയും ഞങ്ങളിവിടെ കുടുംബമായി അൾത്താരയിൽ നിർത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. ആ സമയത്ത് വിനു പിന്നെ ജോലിക്ക് കയറി, അതിനുള്ള അനുഗ്രഹം തന്നു. ഇപ്പോഴും NHSൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനുള്ള കൃപയൊക്കെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. എല്ലാവരെ പോലെ തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് UK വീട് വാങ്ങിക്കണമെന്ന്. നിങ്ങൾക്കറിയാം അവിടുത്തെ ഡിപ്പോസിറ്റ് വേണം. പിന്നെ ഞാൻ മാത്രമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് വിനു
ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് പലപ്പോഴും ജോലി ചെയ്യാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മയുടെ കൃപയും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അവിടെ ഒരു ഭവനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പല ഭവനങ്ങളും കണ്ടു. പക്ഷെ ഞങ്ങളൊരു 2 ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഭവനത്തിൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ മീൻസ് എന്താ പറയുക, ഡോറും അവിടുത്തെ കബേർഡ്സിൻ്റെ എല്ലാ കളറുകളും ഗ്രേ ആയിരുന്നു. അപ്പം അത് തന്നെ മീൻസ് ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെയൊക്കെ ഞാൻ കുറച്ചും കൂടി കൂടുതലാണെങ്കിലും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആ ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ആ ഭവനം ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ താക്കോലുമായിട്ട് ഞങ്ങളവിടെ താമസിക്കാൻ തുടങ്ങി. അതിൻ്റെ താക്കോലുമായിട്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും ഞാൻ ലഭിച്ച പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ മീൻസ് നമ്മുടെ ചാരിറ്റിയിലും മീൻസ് ഒത്തിരി പൈസയ്ക്ക് മീൻസ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പേപ്പറിലൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. അതിനുള്ള പൈസകൾ ഞാൻ അയക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫാമിലീസിന് പൈസ കൊടുത്തിട്ട് ഇവിടെ ഓർഫനേജുകളിലും ഓൾഡ് ഏജ് ഹോംസിലൊക്കെ ഞാൻ ഫുഡും മീൻസ് അല്ലാതെ കുറച്ച് സാധനങ്ങൾക്കും അതിനുള്ള പൈസകളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും മീൻസ് ഇപ്പോൾ ഈവൻ എന്താ പറയുക, ആരെങ്കിലും കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെന്തെങ്കിലും പോവുകയും അവരെന്തെങ്കിലും ഹെവി വെയിറ്റോ അങ്ങനെ എന്തൊക്കെയൊക്കെ മീൻസ് അല്ലാതെ നമുക്ക് അവിടെ അത്രയും ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ ഒരു മടിയും കാണിക്കാതെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് മീൻസ് ഞാനത് അവർക്ക് ഹെൽപ്പ് ചെയ്യും. എത്ര ദൂരം ഉണ്ടെങ്കിൽ എത്ര ഹെവി ആണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്സിൽ ഫുഡ് ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ ഫുഡ് ബാങ്ക്സിൽ ഞങ്ങൾ വാങ്ങിക്കുന്ന കൂടെ തന്നെ ഞങ്ങൾ അവിടെയും എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഫുഡ് വാങ്ങി അവിടെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കാത്തലിക് വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പം മർത്തോമ വിശ്വാസത്തിലാണ്. അപ്പം ഞങ്ങളുടെ കുമ്പസാരം അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, കുർബാനയുടെ കൂടെ തന്നെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് അത് ദൂരമാകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ ഞാൻ പോവാറുണ്ട്. എനിക്ക് ഓഫ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോവാറും. പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന, മർത്തോമ വിശ്വാസത്തിൽ കൊന്തയൊന്നുമില്ല, എന്നാലും എൻ്റെ മക്കളും ഹസ്ബൻഡും കൊന്ത ചെല്ലാൻ പഠിച്ചു. ഞങ്ങൾ കൊന്ത ചെല്ലാറുണ്ട്. എന്നും ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാറ്റസായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ധ്യാനങ്ങൾ ഇടാറുണ്ട്. പിന്നെ എൻ്റെ മാതാവിൻ്റെ മീൻസ് എന്താ പറയുക, എൻ്റെ പ്രൊഫൈൽ പോലും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയാണ് വെച്ചിരുന്നത്. ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അത് അങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താന്ന്. അപ്പം ഞാൻ ഇങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞങ്ങളുടെ ജീവൻ മീൻസ് ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ തന്ന അനുഗ്രഹം ഞങ്ങളുടെ ഈ മാതാവ് വഴിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങളുടെ വിനുവിൻ്റെ ഹീലിംഗ് ഞങ്ങൾ പറയാറുണ്ട്. അപ്പം എല്ലാവർക്കും അത്ഭുതമാണ്. മീൻസ് ആ ഒരു അവസ്ഥയിൽ തന്നെ എന്താ പറയുക, എല്ലാം ഫേസ് ചെയ്യാൻ മീൻസ് ഹസ്ബൻഡ് അവിടെ മരണത്തോടും മല്ലിട്ട് കിടക്കുമ്പോഴും ശക്തിയോടെ മീൻസ് പരിശുദ്ധ അമ്മ ശക്തി തന്ന് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ. മക്കളുടെ കാര്യമാണെങ്കിലും വിനുവിൻ്റെ കാര്യം ഒന്നും ഒരു കുറവും വരുത്താതെ പരിശുദ്ധ അമ്മ എനിക്ക് ശക്തിയും ബലവും തന്ന്. അപ്പം ഒരാളുടെ ശമ്പളം കൊണ്ടുള്ള അവിടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ, മറ്റുള്ളവരുടെ അടുത്ത് ഞങ്ങൾക്ക് ചോദിക്കാനോ ഒരു കുറവും വരുത്താതെ പരിശുദ്ധ അമ്മ എൻ്റെ ജോലിയും വിനുവിൻ്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് അവിടുന്ന് ശക്തിയും ബലവും തന്നു. പൂർണ്ണ ആരോഗ്യം എനിക്ക് തന്നു. എല്ലാം തടഞ്ഞു. പിന്നെ എൻ്റെ ജോലി സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മാറ്റി തന്നു. ആ ടെൻഷൻസൊക്കെ പരിശുദ്ധ അമ്മയുടെ കൃപാവരത്താൽ ഞങ്ങൾക്ക് മാറ്റി തന്നു. ഇത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും കരുതിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും 1000 നന്ദി. എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുക്കുകയാണ് 2 വാക്ക് പറയാൻ വേണ്ടി. विनोज है, मैं हिंदी में क्यों मलयाली हूँ, लेकिन मेरे को हिंदी ज़्यादा प्रेफर करेगा क्योंकि मलयालम मेरा क्लियर नहीं है. अभी मेरी वाइफ ने जो कुछ बताया, कृपा से माता की कृपा से मैं आप लोगों के सामने खड़ा हूँ. मैं सबसे इम्पोर्टेंट मिरेकल मेरे को आप लोगों से शेयर करना है. जब मैं थिएटर के अंदर था, मेरे को कुछ होश नहीं था, मेरे को कुछ भी नहीं पता था कि अंदर हो क्या रहा है. मेरा सर्जरी करने वाले डॉक्टर का नाम डॉक्टर पोलॉक था. मैंने डॉक्टर पोलॉक से सिर्फ एक ही चीज़ बोला था, मैं जब थिएटर के अंदर जाऊँगा तो मेरे रोज़री जो मेरे गले में जो माला है अभी तक मैंने कभी नहीं उतारा है, तो हमेशा मैं अपने गले में रखता हूँ. मैंने डॉक्टर पोलॉक से बोला जब मैं अंदर जाऊँगा तो मेरे हाथ में बस ये चीज़ बांधना, बाकी आपको जो चाहिए वो कर लो, लेकिन मेरे हाथ में ये चीज़ चाहिए. डॉक्टर पोलॉक ने सबसे बात किया, लेकिन वो लोग इन्फेक्शन की वजह से अलाउड नहीं कर रहे थे. एट लास्ट मैंने मना किया, मैं नहीं जाऊँगा इसके बिना. फिर डॉक्टर पोलॉक ने फिर से एक बार बात किया, उन्होंने एग्री किया, उन्होंने हाथ में मेरे परमिशन दिया मेरे हाथ में बांधने के लिए.
फिर सर्जरी शुरू हुआ। फर्स्ट सर्जरी के बाद जो कुछ बाहर होता रहा, अंदर होता रहा, मुझे नहीं मालूम। लेकिन सबसे बड़ा मिरेकल मेरे लाइफ में जो था, जब मेरा सर्जरी चल रहा था, तब मैं कृपाजनम माधव की गोदी में लेटा हुआ है। मेरे को ऐसा फील हो रहा है मैं कृपाजनम की माधव की गोदी में लेटा हुआ हूँ, और वो मेरे सर पे हाथ फेरते हुए बोल रही है, आप चिंता मत करो, मैं तुम्हारे साथ हूँ। आई डोंट नो व्हाट्स गोइंग ऑन दैट टाइम, एक्चुअली आई कैन फील इट कि माधव मरियम मुझसे क्या बोल रही है कि आपको चिंता करने की ज़रूरत नहीं है, आपके संग जो कुछ हो रहा है आप उसकी चिंता मत करो। क्योंकि मैं फर्स्ट टाइम जब कृपासनम आया था, तो आप लोगों ने देखा होगा यहाँ पे जो प्लेट्स हैं वो ब्लू कलर के हैं, और यहाँ पे भी देखेंगे तो ब्लू कलर है। बस मेरे को ब्लू कलर साड़ी में माधव दिखी, मैं उनके गोदी में लेटा हूँ और मेरे सर पे हाथ फेरते बोल रही है, चिंता मत करो, हम तुम्हारे साथ हैं। और थिएटर के बाद, ऑपरेशन के बाद जब मुझे ITU में लेके गया, तब वहाँ पे भी सब कुछ ब्लू था। मेरे को कुछ समझ में नहीं आता। अब वो मेडिकेशंस का कुछ वो था, मेरे को बहुत ज़्यादा गर्मी लग रहा था, तो ऐसा लग रहा था 2 कबूतर मेरे शरीर के ऊपर से उड़ रहे हैं और मेरे को हवा दे रहे हैं। मेरे को बहुत भयंकर गर्मी लग रहा था। मेडिकेशन का हो सकता है, किसी भी चीज़ का हो सकता है। ये मेरे को बहुत इम्पोर्टेंटली आप लोगों के सामने बताना था। मैं पहले बिल्कुल विश्वास नहीं करता था, मैं बिल्कुल ऐसे ही चलता फिरता रहता था। लेकिन मेरी वाइफ के वजह से मेरे को आज इधर भी आने का मौका मिला, और मैंने अपनी परिस्थिति को कुछ नहीं समझा। मैंने सिर्फ यही सोचा कि बस मेरे को कैसे भी कृपासनम माधव के सामने जाके अपना ये साक्ष्य बोलना है और सबको बताना है। उसके लिए मैं धन्यवाद देता हूँ। മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. സങ്കീർത്തനം 23:4 വചനമാണ്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. കൃപാസനം മരിയൻ ഉടമ്പടിയിലൂടെ നമ്മെ ഈ വിശ്വാസത്തിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഭയപ്പെടുന്ന പല ഘട്ടങ്ങളുണ്ടാവാം, സാഹചര്യങ്ങളുണ്ടാവാം. ഒരുപക്ഷെ രോഗമാവാം, അപകടങ്ങളാവാം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയുള്ള യാത്രയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും കുടുംബ പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിലൂടെയുള്ള ആ യാത്രയിൽ അത്തരമൊരു ഇരുണ്ട അവസ്ഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോകേണ്ടി വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനവും ഇരുണ്ട സമയങ്ങളിലും ദൈവ സാന്നിധ്യമാണ് നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമ്മെ നയിക്കുകയും ചെയ്യുന്നത്. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും നമ്മുടെ രക്ഷയും. ബീന ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ഇരുണ്ട താഴ്വരയിലൂടെയുള്ള നിഴൽ വീണ താഴ്വരയിലൂടെയുള്ള യാത്രയിൽ ഈശോയും അമ്മയും കണ്ടുമുട്ടിയ, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഈ മകളിൽ ആദ്യം പറഞ്ഞത് UK ഒരു ആക്സിഡൻറ്റിൽ സംഭവിക്കുകയും മുഖത്ത് സർജറി വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തപ്പോഴും ഉടമ്പടി തൈലം തേച്ച് ഈ മകൾ പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറി ഇല്ലാതെ തന്നെ ആ മുഖത്ത് സുഖപ്പെടുകയാണ് ചെയ്തത്. അവിടെ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് UK ഫാമിലി സഹിതം പോകുവാനും അവിടെ അങ്ങോട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്യാനും പിന്നീട് ഒരു നല്ലൊരു ഭവനം നൽകി ഇവരെ അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. അതും ഈശോയുടെ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഭവനം കാണുവാൻ പോയപ്പോൾ അവിടെ ഗ്രേ കളറാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി അമ്മ കൂടെയുണ്ട്, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രേ കളർ കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ അത് സെലക്ട് ചെയ്യുന്നത്. പിന്നീട് ഹസ്ബൻഡിന് ഹാബിറ്റിൽ ഒരു ചേഞ്ച് വേണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഈ വ്യക്തിക്ക് ഈശോയോട് അമ്മയോട് ചേർന്നപ്പോൾ ജീവിതത്തിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയും പിന്നീട് ഈ മകൾക്ക് ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് അവിടെ ജോലി നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. ഡ്രൈവിംഗ് ലൈസൻസ് പോയപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയും പിന്നീട് എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് ജീവിതത്തെ മാറ്റിമറിച്ച മറ്റൊരു സംഭവം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വിനോജിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്, അതായത് ലിവർ ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തു. അവിടെയെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സർജറിയിൽ കൂടെ കടന്നു പോകുമ്പോഴും വിനോജ് ഇപ്പോഴും ഹിന്ദിയിൽ നമ്മളോട് പറഞ്ഞത് അതുതന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന്
ജപമാല മാറ്റരുതേ എന്നുള്ളൊരു ഒരു റിക്വസ്റ്റ് മാത്രമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ സർജറി നടത്തണമെന്നും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സർജറിയെല്ലാം നല്ല രീതിയിൽ നടത്തി. മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സേതുലക്ഷ്മി. ഞാൻ കോട്ടയം കല്ലറയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ആ സമയത്ത് ചേച്ചി അമ്മയും ഉടമ്പടി എടുത്തിരുന്നെങ്കിലും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ വരും, പ്രാർത്ഥിക്കും, പോവും, അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായി. കഴിഞ്ഞ മാർച്ചിൽ പാസ് ഔട്ടായതാണ്. എന്നിട്ട് ഞാൻ പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിനും പുറത്തുമായിട്ട് ഒരു 14 അതിന് മുകളിലായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ എല്ലായിടത്തും ഞാൻ പാസ്സാവുന്നുണ്ട്. എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിടും. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്നോട് പറയും ഞാൻ സെലക്റ്റായി, ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ എന്നെ ആരും വിളിക്കത്തില്ല. ഞാൻ എവിടെ പോയാലും പാസ്സാവും. ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് അമ്മയുടെ കാശുരൂപവും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എവിടെ അറ്റൻഡ് ചെയ്യുന്നതൊക്കെയോ അതിലെല്ലാം ഞാൻ പാസ്സായി. പക്ഷേ എന്നെ വിളിക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു, വിളിക്കുമെന്ന് കരുതി, വിളിക്കുന്നില്ല. അങ്ങനെ ഞാൻ മെയ് 27-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷവും ഞാൻ വീണ്ടും ഇങ്ങനെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കിട്ടും, പക്ഷേ എന്നെ വിളിക്കുന്നില്ല. അങ്ങനെ പോയി വീട്ടുകാർ പറയുന്നുണ്ട് ഏജൻസിക്ക് കൊടുക്കാം, കാരണം കൂടെ ഉള്ളവരൊക്കെ ഏജൻസി വഴി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഏജൻസി വഴിയും പോകണ്ട, അല്ലെങ്കിൽ റെക്കമെൻഡേഷനായിട്ട് ആരുടെയും പോകണ്ട. ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു. അതുപോലെ എനിക്ക് അമ്മയായിട്ട് തരും ഒരു വഴി എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് 6 മാസത്തെ ഗ്യാപ്പ് ആകാറായി. ഈ ഓഗസ്റ്റ് 18 വരുമ്പോൾ എനിക്ക് 6 മാസത്തെ ഗ്യാപ്പായി. അപ്പം ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും എനിക്കായിട്ടൊരു വഴി താ, ഞാൻ ഏജൻസി വഴിയൊന്നും പോവില്ല, അതുപോലെ തന്നെ റെക്കമെൻഡേഷന് വേണ്ട, അമ്മയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 11 അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിനി 6 മാസം ആവാനായിട്ട് വേറെ 7 ദിവസമേ ഉള്ളൂ. ഇതിനുള്ളിൽ എനിക്ക് ഒരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വീട്ടുകാർ പറയും ഏജൻസിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ വഴി നോക്കാമെന്ന് പറയും. എനിക്ക് അങ്ങനെയൊന്നും പോകണ്ട, ഞാൻ ഉടമ്പടി എടുത്താണ്, എനിക്ക് അമ്മയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു, കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചേച്ചി ഓൾറെഡി ഉടമ്പടി എടുത്തതാണ്. അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അവൾ സൗദിയിലാണ്, എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും, ഓഗസ്റ്റ് 7 എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും പ്രാർത്ഥിച്ചു. പക്ഷേ ഓഗസ്റ്റ് 7 ആയിട്ടും ഒന്നും നടന്നില്ല. അപ്പം ഞാൻ 11-ാം തീയതി ആയപ്പോൾ അമ്മേനോട് പറഞ്ഞു ഈ 7 ഞാൻ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ഇനി എൻ്റെ മുന്നിൽ വേറെ 7 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ എനിക്കൊരു വഴി തരണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഡൽഹിയിലും ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്ത കൂട്ടത്തിൽ. അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഓഗസ്റ്റ് 17-ാം തീയതി എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം അതായത് ഓഗസ്റ്റ് 18-നാണ് എനിക്ക് 6 മാസം തികയുന്നത്. ഓഗസ്റ്റ് 17-ന് ജോയിനിങ് ചെയ്യാൻ പറഞ്ഞു, വേറെ ഒരു ദിവസത്തിൻ്റെ മുമ്പായിട്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കിട്ടി, ഇങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ഇന്ന് രാവിലെ 7 ദിവസമേ ഉള്ളൂ ഇനി എൻ്റെ മുന്നിൽ, അതിനുള്ളിൽ കിട്ടണമെന്നും. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നും അതായത് ചേച്ചിയുടെ തിരിയിൽ ഇന്നും 7 എന്നുള്ള നമ്പർ കാണുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓഗസ്റ്റ് 7-ന് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 7-ന് കിട്ടിയില്ലെങ്കിലും അടുത്ത 7 കൂട്ടി വരുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം എന്നും എൻ്റെ തിരിയിൽ 7 എന്നുള്ള നമ്പർ കാണുമായിരുന്നു എന്നും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് അവൾ എനിക്ക് അതിൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു തരുന്നത്. എന്നും തിരിയിൽ 7 കാണിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 6 മാസം തികയുന്നതിന് ഒരു ദിവസം മുമ്പായിട്ട് എനിക്ക് ഡൽഹിയിൽ ജോലി കിട്ടി. അത് ഞാൻ തുടക്കം മുതലേ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കൊരു ICU ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ ഞാൻ എടുത്ത് ചോദിക്കുമായിരുന്നു എനിക്കൊരു NICU ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തരണേന്ന്. അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു NICU ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 17-ാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വിളിച്ചു. ഇതാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹം. അതിൽ ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, എനിക്ക് ജോലിയില്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് തരുന്നതിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യായിരുന്നു. ഇനി അഥവാ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടായാലും മേടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ അടുത്ത് വയ്യാണ്ട് കിടക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ പോവുകയും ആൻറ്റിക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നെങ്കിലും
അമ്മയും ചേച്ചി എടുത്തതിൻ്റെ കൂടെ ഞാൻ അവർ ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റ് പ്രെയർ ചെയ്യും, വൈകുന്നേരം പ്രെയർ ചെയ്യും. അതുപോലെ അവർ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പോലെ. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുന്നു. എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവരെയൊക്കെ സഹായിക്കുമായിരുന്നു ആ സമയത്തും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പത്രം മേടിച്ചിട്ട്, ഞാൻ കോട്ടയത്താണ്, അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ കൊണ്ട് പത്രം കൊടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ കടകളിലൊക്കെ കയറി ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും രാവിലെ. അതുപോലെ വൈകുന്നേരം പ്രെയർ, ധ്യാനം കൂടും, ബൈബിള് വായിക്കും, ജമാല് ചൊല്ലും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. ഞാനെന്ന് പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവരാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സേതുലക്ഷ്മി KS കോട്ടയം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ ഉടമ്പടിയെടുത്തത് നഴ്സിംഗ് പാസ് ഔട്ട് ആയത് മുതൽ തനിക്കൊരു 14 അതിൽ കൂടുതൽ തവണ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമെങ്കിലും അതിലെല്ലാം പാസ്സാകുന്നുണ്ട്. എന്നാൽ തനിക്ക് ജോലിക്കായിട്ട് വിളിക്കാത്ത തരത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതേ തുടർന്ന് എല്ലാം പ്രതീക്ഷയുടെ കൂടെയാണെങ്കിലും പരിശുദ്ധ അമ്മ നൽകുന്നുള്ള ഒരു പ്രത്യാശ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പല രീതിയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും വീണ്ടും അത് ആവർത്തിക്കാനായിട്ട് കാണാം. ഇൻ്റർവ്യൂ ഒക്കെ പോകുന്നുണ്ട്, ജോലി കിട്ടാത്ത രീതിയിൽ. എന്നാൽ തൻ്റെ സഹോദരി അമ്മയൊക്കെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ സഹോദരി വാക്കുകൾ മൂലം ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. 7 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആ ഡേറ്റിൽ കിട്ടാതെ വരുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ എപ്രകാരം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല, മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് കുറച്ചുകൂടെ ലേറ്റാക്കിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത് ഈ മകളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെയാണ്. പക്ഷേ എന്നാൽ 7 ഡേറ്റ് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധമ വീണ്ടും ആവർത്തിക്കുന്നത് 17 രൂപത്തിലേക്കാണ്. എന്നാൽ ആ ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് ഡൽഹിയിൽ, അതായത് 17-ാം തീയതി ജോയിൻ ചെയ്യുവാനും അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. NICO ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അത് ജോലി ചെയ്യുവാനും അവിടെ ജോയിൻ ചെയ്യുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ മകൾക്കുണ്ടായി. കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധ അമ്മയും മകളുടെ കൂടെ ഉണ്ടായെന്നുള്ള സൂചന തന്നെയാണ് അമ്മയായിട്ട് എനിക്ക് തരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ. കാരണം തൻ്റെ രജിസ്ട്രേഷൻ്റെ ഡേറ്റ്, നേഴ്സിംഗ് ആയതിൻ്റെയൊക്കെ 6 മാസം കഴിയുന്നതിൻ്റെ ദിവസങ്ങൾ തീരുന്നതിൻ്റെതായ കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾക്ക് ഈ ജോലി ലഭിക്കുക ചെയ്യുന്നത്. ഇനി ഈ മകളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും ഈ ആലയത്തിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജിജിന. ഞാൻ മാമ്പ്ര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ജർമ്മനാണ് ചൂസ് ചെയ്തത്. ജർമ്മൻ A1, A2, B1, B2 പഠിച്ചു കഴിഞ്ഞു. എക്സാമൊക്കെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മൊത്തം ഞങ്ങൾക്ക് 4 മൊഡ്യൂളാണ് ഉള്ളത്. സ്പ്രെഹൻ, ഷ്രൈബൻ, ലേസൺ, ഹ്യോറൻ. ആ 4 മൊഡ്യൂളും ഞാൻ ആദ്യം എഴുതി. പക്ഷെ എനിക്ക് 2 കിട്ടിയുള്ളൂ. ലേസനും ഹ്യോറനാണ് എനിക്ക് കിട്ടിയത്. ബാക്കി 2 എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം സെൽഫ് കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ അത്യാവശ്യം പഠിക്കുന്നൊരു കുട്ടിയാണെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂളും കിട്ടി പാസ്സായി പോകുന്നുള്ളൂ എന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. പക്ഷെ എനിക്ക് 2 മൊഡ്യൂൾ മാത്രം കിട്ടിയുള്ളൂ. ബാക്കി 2 കിട്ടാണ്ടായപ്പോൾ ആകെ ഭയങ്കര വിഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി 2 വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. സെക്കൻഡ് അറ്റംപ്റ്റിലും എനിക്ക് ആ 2 മൊഡ്യൂൾ കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ വിഷമത്തിനേക്കാളും ഭയങ്കരമായിട്ട് വിഷമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി എന്നോട് ഈ കൃപാസന മാതാവിനെ പറ്റി പറയണേ. പക്ഷെ എനിക്ക് നേരത്തെ അറിയാം. ചേച്ചി എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാം, ബാക്കിയൊക്കെ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ കൃപാസന മാതാവിനെ പറ്റി കേൾക്കണതൊക്കെ ഞാൻ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ റീൽസിൽ കൂടെയാണ് ഞാൻ മാതാവിനെ പറ്റി കേൾക്കാറ്. ഓരോ ട്രോൾ വീഡിയോസിൽ കൂടെയാണ് ഞാൻ കേൾക്കാറ്. ഉപ്പിനെ പറ്റിയുള്ള ട്രോൾ വീഡിയോ, പിന്നെ കൃപാസന പത്രത്തിനെ പറ്റിയുള്ള ട്രോൾ വീഡിയോ, അങ്ങനെയൊക്കെ ഞാൻ കേൾക്കാറ്. അതുകൊണ്ട് ആ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടാണ് എൻ്റെ മൈൻഡിൽ കൃപാസന മാതാവിനെ പറ്റി കിടക്കണേ. പക്ഷെ എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഓക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്നുള്ള തോട്ടെടുത്തു. അങ്ങനെ ഞാനിവിടെ വന്നു. ഓഗസ്റ്റിലാണ് 2025 ഓഗസ്റ്റിലാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. ദെൻ സെപ്റ്റംബർ 2025 അമ്മ എന്നെ കുറേ നിർബന്ധിച്ചു, ഉടമ്പടി എടുക്ക്, എല്ലാം ശരിയായിക്കോളും, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 2025 ഞാൻ ഉടമ്പടി വന്നെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിബന്ധനകളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനകത്ത് ആകെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ, കൃപാസന പത്രം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. ബൈബിൾ വായിക്കണേലും പ്രാർത്ഥിക്കണേലും അതൊന്നും വലിയ കുഴപ്പമില്ല, 4 ആൾക്കാർ അറിയില്ല. പക്ഷെ കൃപാസന പത്രം കൊടുക്കുമ്പോൾ 4 ആൾക്കാർ അറിയും. എൻ്റെ ഓറ ഫുള്ളും പോവും, എൻ്റെ സ്റ്റാൻഡേർഡ് ഫുള്ളും പോവും എന്നുള്ളൊരു തോട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. ഞാൻ അത്യാവശ്യം ഭയങ്കര പ്രാർത്ഥിക്കുമെങ്കിലും അങ്ങനെ ഭയങ്കര പള്ളിയും ഭയങ്കരമായിട്ട് പിടിച്ച് നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ഫുള്ളും പോകുമോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തേലും ആവട്ടെ ചെയ്യാം, കാരണം ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇതൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ മാതാവ് ദേഷ്യപ്പെടും, മാതാവ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കും എന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാണം കെട്ടായാലും കുഴപ്പമില്ല, ഞാൻ പത്രം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ വട്ടം ഞാൻ ബസ് സ്റ്റാൻഡിലാണ് കൊണ്ടുകൊടുത്തത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുകൊടുക്കുമ്പോൾ ഒരു ആൾ വന്ന് എന്നോട് പറയാ, ഇത്ര ചെറുതിലെ ഉടമ്പടി എടുക്കേണ്ട അവസ്ഥയായല്ലേ, അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടമായിപ്പോയി എന്നുള്ളൊരു തോട്ടെ. എനിക്ക് എന്തോ വലിയൊരു ദുരന്തമാണ് കിട്ടിയേക്കണേ. ഈ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ ദുരന്തമാണെന്നുള്ള രീതിയിലാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം അത് ഉടമ്പടി എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധമോ കൃപയോ ഒന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്ത് 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പത്രവും കൊടുക്കണേ. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. രാത്രി ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഒരു സാക്ഷ്യം കേട്ടു. അന്ന് മുതലാണ് ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങണേ. സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ സാക്ഷ്യത്തിൽ വന്ന് പറയാ, ചേച്ചിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും തന്നിട്ടുണ്ട്, പക്ഷേ ചേച്ചിയുടെ ലൈഫിൽ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ആകെ ഒരു കാര്യം മാത്രമേ വിഷമമുള്ളൂ, ആ ചേച്ചി കുറച്ചുകൂടെ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ചേച്ചി കുറച്ചുകൂടെ ഹാപ്പി ആയേനെ എന്നുള്ളൊരു കാര്യം ആ ചേച്ചി ഷെയർ ചെയ്തു. അപ്പോഴാണ് ആ സാധനം എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെയാണ് ഈശോനെ അറിഞ്ഞത്, ഞാൻ നേരത്തെയാണ് ഉടമ്പടി എടുത്തേക്കണേ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുത്തത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ബെസ്റ്റ് ഡിസിഷനും ഈ ഉടമ്പടി എടുക്കുക എന്ന് തന്നെയാണ്. അതിത്ര ചെറിയ പ്രായത്തിൽ എടുത്തത് അന്ന് ഒരു തെറ്റായി പോയെന്ന് തോന്നിയെങ്കിലും ഇന്ന് പക്ഷെ ഞാനത് തിരുത്താണ്. അത് കഴിഞ്ഞ് എക്സാമുകൾ ബാക്കി 2 ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ നേർച്ച വസ്തുക്കൾ, തൈലം, ഉപ്പ് അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് എക്സാമിന് പോയതും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അത് കൊടുത്തിട്ടുണ്ട്, അവരുടെ നെറ്റിത്തെ തൈലൊക്കെ പൂശി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സാമുകൾ പാസ്സായി. ഈ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഇതേപോലെ തന്നെ തൈലം നെറ്റത്ത് പൂശും, മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും, പള്ളിയിൽ പോവും. അങ്ങനെ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോയേ. അങ്ങനെ ഇൻ്റർവ്യൂസ് ക്ലിയറായി, കോൺട്രാക്റ്റ് കിട്ടി, ഓരോ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കിട്ടി, വിസ കിട്ടി, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുത്തു. ഈ സെപ്റ്റംബർ 1 ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഈ സെപ്റ്റംബർ 1 ആവുമ്പോഴേക്കും ഞാൻ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ജർമ്മൻ ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ബസ് സ്റ്റാൻഡിൽ പത്രം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളവർക്കൊക്കെ, എൻ്റെ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ചെയ്യണ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസൊക്കെ ഞാൻ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ ബൈബിള് വായിച്ച് അതിനെപ്പറ്റി പറയുന്നതല്ല
അതും സുവിശേഷ പ്രഘോഷണമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞ് എക്സ്പീരിയൻസസ്, ഈശോനെയും മാതാവിനെയും പറ്റി കിട്ടുന്ന കുഞ്ഞ് എക്സ്പീരിയൻസസും അത് ഷെയർ ചെയ്യുന്നതും ഒരു കൈൻഡ് ഓഫ് സുവിശേഷ പ്രഘോഷണമാണ്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുക്കുന്ന ഓരോ ഡിസിഷൻസിനും അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്യുമ്പോഴും ഈ നേർച്ച വസ്തുക്കളെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴും മാതാവിൻ്റെ ഈ തൈലവും പിന്നെ ഉപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തായിരുന്നു. അതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഈശോയും മാതാവും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ലാഭങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിജന ജോഷി മാമ്പറ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. +2 ശേഷം ജർമ്മൻ പഠിക്കുകയും അതേ തുടർന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടോടെയാണ്. എന്നാൽ താൻ കടന്നുപോയ ബുദ്ധിമുട്ടുകളിൽ ഇത്ര ചെറുപ്പത്തിലെ ഉടമ്പടി എടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നുള്ളൊരു ചോദ്യം, അത് പലപ്പോഴും ഓരോ മനുഷ്യരെയൊക്കെ കൂടുതൽ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടുന്ന ചില കടിഞ്ഞാണുകളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആശ്വാസമായിട്ട് തന്നെ ഒരു സാക്ഷ്യത്തിലൂടെ മറ്റൊരു വ്യക്തിയിലൂടെ അവളുടെ വിശ്വാസത്തെ കൂടുതലായിട്ട് സ്ഥിരീകരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്ര നേരത്തെ ദൈവത്തെ അറിയുവാനായിട്ട് സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്കിപ്പോഴത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നിബന്ധനകളിൽ കൃപാസന പത്രം കൊടുക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അത് മുമ്പോട്ടുള്ള ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈ മകളെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കും എന്ന് തന്നെയാണ് ഈ മകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും തനിക്ക് കടന്നു പോകേണ്ട കടമ്പകളിൽ എല്ലാ കാര്യങ്ങളും ക്രമത്തോടുകൂടി പരിശുദ്ധമ്മ കൃത്യമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും നേർച്ച വസ്തുക്കൾ ഉപയോഗത്തോടുകൂടി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കുമാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് നേർച്ച വസ്തുക്കളുടെ വിശ്വാസത്തോടുള്ള ഉപയോഗത്തോടുകൂടി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ഇനി ഈ മകളെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന്